സ്നേഹപൂർവം. രചന റസീന റഹ്മാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. തലയിൽ ഒരു തോർത്തും ചുറ്റി കയ്യിലൊരു ബക്കറ്റും പിടിച്ചുകൊണ്ട് റിൻഷി ബാത്റൂമിൽ നിന്നിറങ്ങി. വീടിന്റെ പിന്നാമ്പുറത്തൂടെ ചെന്ന് സൈഡിലായുള്ള അയയിൽ അലക്കിയിട്ട ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് ബക്കറ്റിൽ ബാക്കി വന്ന വെള്ളം ചെറുതായിട്ട് മുളച്ചു പൊന്തിയ വേപ്പ് മരത്തിന്റെ താഴെ തൂത്തുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി അവൾ നേരെ അടുക്കള ഭാഗത്തേക്ക് പോയി. ഉമ്മാ എന്ന് നീട്ടിയുള്ള വിളിയുടെ അകമ്പടിയോടെ കിച്ചണിലേക്ക് കയറി. ഒപ്പം തലയിൽ നിന്ന് തോർത്തെടുത്ത് വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ മുടി ഒന്നുകൂടെ തോർത്തുകയും ചെയ്തു. റീനു, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടുക്കളയിൽ വന്നിങ്ങനെ മുടി തോർത്തരുതെന്ന്. ഈ ഭക്ഷണത്തിലൊക്കെ ആ മുടി വീഴും. മലയാളം പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവൂലേ? ഇല്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും. അലി വേണ്ട, തമിഴ് ചൊല്ലുങ്കോ. എന്താണെന്നറിയില്ല, മലയാളം ഇപ്പൊ തീരെ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. നീ ഇന്ന് തർക്കുത്തരം പറയാതെ പോയി എന്റെ പണി നോക്ക്. അല്ലെങ്കിലും ഞാനല്ലല്ലോ, ഇയാളുടെ എന്റെ ഉമ്മ. വേറെ വീട്ടിൽ ചെന്ന് കയറുമ്പോ അങ്ങ് പഠിച്ചോളും. ആ ദേ കിടക്കുന്ന ചട്ടിയും കലവും. ഉമ്മാന്റെ സ്ഥിരം ഡയലോഗ്. എന്റെ പുന്നാര ഉമ്മ, ഈ ഡയലോഗ് ഞാൻ കുറെ കേട്ടതാ. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്ക്. ഇതൊരു രസമില്ല. ദേ പെണ്ണെ, മിണ്ടാണ്ട് പെയ്ക്കൈ ഇവിടുന്ന്, അല്ലെങ്കിൽ എന്റെ കൈയിന്റെ ചൂടറിയും എന്നും പറഞ്ഞ് ഉമ്മ കൈയിലുള്ള ചുട്ടോണ്ടിനും ദോശ തവിയെടുത്ത് കാണിച്ചു. റീനൊരടി പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പെണ്ണിന്റെ ആൾ ടൈം ഡയലോഗ് കാച്ചി. സ്റ്റിൽ ഐ ലവ് യു എന്ന് പറഞ്ഞ് പെണ്ണ് വായുവിലൂടെ ഉമ്മാരെ നേർക്കൊരു ഉമ്മയും പറത്തി വിട്ടു. ഉമ്മാ ദേ അടുത്ത വിളി. അത് നമ്മുടെ കാക്കുവാണേ, റിഷാദ് എന്ന റീച്ച്. ആളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അധികം വൈകാതെ തന്നെ ചെക്കനെ പിടിച്ചൊന്ന് പെണ്ണേട്ടിച്ച് അങ്ങ് തുഫായിലേക്ക് നമ്മളെ വാപ്പാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു പ്ലാൻ ഇല്ലാതില്ല. അല്ലുമ്മ, ഇന്ന് മഴ വല്ലതും പെയ്തു രാവിലെ? ഇല്ല. റിച്ചുവിന്റെ ചോദ്യത്തിന് റീനുവാണ് മറുപടി പറഞ്ഞ്. ഇല്ലേ? പിന്നെന്തോ ഇടിവെട്ടിയോ? എന്താടാ നിനക്കുള്ള വെളിവും പോയോ? ഇപ്രാവശ്യം ഉമ്മാന്റേതാണ് മറുപടി. ഏയ്, എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതും പറഞ്ഞ് അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവൻ നോക്കുന്ന കണ്ട് റീനു ഉമ്മയും കൂടെ പുറത്തേക്ക് നോക്കി. എന്താ കാക്കു? റീനു വീണ്ടും ചോദിച്ചു. അല്ലേ, കാണാത്ത കാഴ്ചകളൊക്കെ ഇന്ന് നേരം വെളുത്തപ്പോ തന്നെ കണ്ടപ്പോ മഴ പെയ്തോ കാക്ക വളർന്ന് മറക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതാ. ഇപ്രാവശ്യം ഉമ്മ കാര്യം പിടികിട്ടി. ഉമ്മ റീനുവിനെ നോക്കിയാൻ ചിരിച്ചു. എന്താ ഇപ്പൊ ഇതുവരെ ഇവിടുത്തെ കാണാത്ത കാഴ്ച? ഇന്നെന്റെ പെങ്ങള് കുളിച്ചടി, അതാ. റീനു ചെക്കനെ കൊഞ്ഞനം കുത്തി കാണിച്ചു. ഞങ്ങൾ ഇത് ആണ്ടിലും കൊല്ലത്തിലും കാണുന്ന കാര്യമാണേ, അതുകൊണ്ട് അന്നേ ദിവസം വല്ലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ഉമ്മ? അതും പറഞ്ഞ് റിച്ച് നേരെ പോയൊരു പ്ലേറ്റ് എടുത്ത് ഉമ്മ ദോശ ചൂടുന്നെടുത്ത് സ്ലാബിലിരുന്നു. അവൻ ചോദിച്ചതിന് ഉമ്മ റീനുവിനെ നോക്കിയെന്ന് ആക്കി ചിരിച്ചു. കോമഡിയാണോ ഉദ്ദേശിച്ചേ? ചിരിക്കണം ഞാൻ? ഒരു ഓഞ്ഞ കോമഡി, അത് കേട്ട് ചിരിക്ക ഒരാളും. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി കൊണ്ട് റീനു നേരെ അടുക്കളയിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ചിലപ്പോ റീച്ച് പെണ്ണിനെ അങ്ങ് തേച്ച് ഒട്ടിക്കും. സംഭവം പെണ്ണിന് കുളി അലർജിയൊക്കെയാണ്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ തല നനച്ച് തേച്ചുരച്ചൊന്ന് കുളിക്കാറുള്ളൂ. അതന്നെ അവളുടെ കണക്കിൽ ധാരാളമാണ്. കുളിക്കലിലും പെർഫ്യൂം ഓയിൽ മസാജൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. വൃത്തിയും മെനയൊന്നുമില്ലാത്ത കൂട്ടത്തിലാണെന്ന് വിചാരിക്കില്ലേ. പിന്നെ കാക്ക് വാരാൻ കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയില്ല. അല്ലാണ്ട് തീരെ കുളിക്കില്ല എന്നൊന്നും വിചാരിക്കില്ലേ. അവൾ നേരെ റൂമിൽ പോയി ഡോർ ലോക്ക് ചെയ്തു. മുടി ഡ്രോയർ വെച്ചൊന്ന് ഉണക്കി. വലിയ അലങ്കാരമൊന്നുമില്ലാതെ ജസ്റ്റ് ചീർപ്പ് കൊണ്ടൊന്ന് കോതി ഒതുക്കി. രണ്ട് സൈഡിൽ നിന്ന് ഒരു ക്ലിപ്പ് വെച്ച് കുത്തി ബാക്കി മുടി അങ്ങനെ അഴിച്ചിട്ടു. ശേഷം അലമാര തുറന്ന് കുറച്ചു നേരം ആലോചിച്ചു. ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കണമെന്ന സ്വഭാവമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഡ്രസ്സുള്ളതുകൊണ്ട് എവിടെ പോവുകയാണെങ്കിലും 15 മിനിറ്റ് അലമാരക്കുമ്പിൽ നിന്ന് ചിക്കി ചികഞ്ഞ് അവസാനം എവിടെ പോകുമ്പോഴിടുന്ന ഒരു സിമ്പിൾ ഡ്രസ്സ് എടുത്തിടാറാണ് പതിവ്. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ. 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ പോവില്ലേ, അതുകൊണ്ടൊന്ന് കളറായിക്കോട്ടെ. ഒരു ലൈറ്റ് പിങ്ക് ഹൈനെക്ക് വരുന്ന ഒരു ടീഷർട്ടും ജീൻസിന്റെ ഒരു ഫുൾ ലെങ്ത് വരുന്ന ഗൗണും പെയർ ചെയ്ത് മോയ്സ്ചറൈസ് സൺസ്ക്രീനൊക്കെ ഇട്ട ശേഷം ചുണ്ടിലൊരൽപ്പം പിങ്ക് ഷെയ്ഡ് ലിപ് ബാമും കണ്ണിന്റെ മേൽ ഐലൈനറും വരച്ചു. ബാക്കിലും സൈഡിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ഓക്കെയിലെന്ന് ഉറപ്പുവരുത്തി ഒരുക്കം കംപ്ലീറ്റ് ആക്കി ഡോറൂർന്ന് അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. കിച്ചണിൽ ചെന്നപ്പോൾ കാക്കുവിന്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ടേബിളിൽ നിന്ന് ലാപ്പിൽ എന്തോ കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്ന പണിയിലാണ്. റീനു നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഒരു ചെയർ വലിച്ചിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഈ എങ്ങനെയാ പോണേ റീനു? കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മയുടെ ചോദ്യം. അപ്പോഴാണ് അങ്ങനെ കാര്യം ഓർക്കുന്നത് തന്നെ. സ്കൂട്ടി പണിമുടക്കിലാണ്. ബസ്സിലൊക്കെ കയറിയിട്ട് കാലം കുറച്ചായി. ഇനിയിപ്പോ എന്ത് ചെയ്യും മല്ലയ്യ? ഐഡിയ. കാക്കൂ. അല്പം തേനും പാലും ചേർത്ത് നിഷ്കളങ്കമായി റിച്ചുവിനെ നീട്ടി വിളിച്ചു. ആ വിളി കേട്ടപ്പോഴേ അവൻ ഉറപ്പാണ് എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. ആദ്യത്തെ വിളി കേൾക്കാതായപ്പോൾ അവൾ ഒന്നുകൂടെ അതേ ഈണത്തിൽ തന്നെ വിളിച്ചു. വീണ്ടും മറുപടിയൊന്നും ഇല്ലാണ്ടായപ്പോ പെണ്ണ് ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ഇരിക്കുന്നിടത്തേക്കൊന്ന് എത്തി നോക്കി. കണ്ണാ കുന്തത്തിൽ തന്നെയാണ്, പക്ഷെ ചെവി അവിടെ തന്നെ ഉണ്ടല്ലോ. പൊട്ടി വിളി കേൾക്കാണ്ടിരിക്കാവും. മനസ്സിൽ പറഞ്ഞ പല്ലിയടിച്ചുകൊണ്ട് ഒന്നുകൂടെ വിളിച്ചു. എവിടുന്ന്? നോ റിപ്ലൈ. പുല്ല്, ഇതൊരു നടക്ക് പോവൂല. മത്തങ്ങ തലയാ, കുമ്പളങ്ങ മോറ, കാക്കു, അന്നെ ഞാനീ വിളിക്കണ്. ഓ റിയലി? എന്നായിരുന്നോ? വെരി സോറി സിസ്റ്ററെ, താങ്കളുടെ ഭാഷാശുദ്ധി ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതുകൊണ്ട് നോം തെറ്റിദ്ധരിച്ചേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാവുന്ന കരുതി. തെണ്ടി
റീനു പല്ലടിച്ചിട്ട് നോക്കി. ഇനി കാര്യം പറ, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ പേടകം പണിമുടക്കില്ല. സോ ഓഫീസ് പോകുന്ന വഴിക്ക് താങ്കളുടെ പേടകത്തിൽ എന്നെ ആ ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറക്കണം. നടക്കൂല മോളെ. നടക്കണ്ട, എന്നെ ആ കാറിലൊന്ന് ഇരുത്തി അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഇടയിൽ കയറി റീനു പറഞ്ഞു. ഓഫീസിൽ നിന്ന് അങ്ങോട്ട് പോകാൻ എത്ര ദൂരം ഉണ്ടെന്ന് അറിയുന്നു? കുട്ടിക്കളിയാണോ? എനിക്ക് ഓഫീസിൽ ടൈമിനെത്തണം. നിനക്കെന്താ ഇന്നലെ പറഞ്ഞുകൂടായിരുന്നോ? എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നല്ലോ. ഇപ്പൊ പോയി നിന്നെ അവിടെ ഇറക്കി ഞാൻ ഓഫീസിലെത്തുമ്പോഴേക്കും ലേറ്റ് ആവും. ബസ്സിനെങ്ങാനും പൊക്കോ, അല്ലെങ്കിൽ തൽക്കാലം ഇന്നൊരു ദിവസം എൻ്റെ ബുള്ളറ്റ് കൊണ്ട് പോയിക്കോ. റിച്ചു പറഞ്ഞിരുത്തിയതും പെണ്ണിന്റെ മുഖമൊന്ന് തിളങ്ങി. പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. എന്താ? ഞാൻ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് ബുള്ളറ്റ് ഇരിക്കാം, എനിക്ക് പറ്റൂല. സങ്കടത്തോടെ അവൾ മറുപടി പറഞ്ഞു. ഓ പിന്നെ അതങ്ങ് മാറ്റി ബുള്ളറ്റ് ഓടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് മോള് വണ്ടി വിടാൻ നോക്ക്, എന്നെ നോക്കണ്ട പ്ലീസ് കാക്കു. ഇനി ഇതൊക്കെ മാറ്റി ഒരുങ്ങുമ്പോഴേക്കും ലേറ്റ് ആവും. ടൈമിന് എത്തിയാലല്ലേ എല്ലാവരും കാണാൻ കഴിയുള്ളൂ. എല്ലാവർക്കും കുട്ടികളും മക്കളൊക്കെ ആയതുകൊണ്ട് നേരത്തെ പോകും. ഉള്ള ടൈമിന് കുറച്ച് സംസാരിച്ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ 10 മണിക്ക് ടൈം സെറ്റാക്കിയേ. ഇപ്പൊ സമയം 9 ആയുള്ളൂ. ഇപ്പൊ തന്നെ ഇറങ്ങിയ രണ്ടാക്കും കറക്റ്റ് സമയത്ത് എത്താം. റിഷു, നീ ഒന്ന് കൊണ്ടുവിട്ടേക്കടാ അവളെ. എന്നും ഇല്ലല്ലോ. ഉമ്മയാണത് പറഞ്ഞത്. ഉമ്മാക്ക് ഇത് എന്താ ഉമ്മ? എനിക്ക് കുറച്ചുകൂടെ വർക്ക് പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 9:30 ഇറങ്ങത്തുള്ളൂ. അത് ഓഫീസിൽ നിന്നാലും ചെയ്യാനും കാക്കൂ. ഓ, റിച്ചു പല്ലടിച്ചുകൊണ്ട് അവളെ നോക്കി. പെണ്ണ് പ്ലീസ് എന്ന ആക്ഷൻ വിട്ട് ഇരിപ്പാണ്. 5 മിനിറ്റ് അതിനുള്ളിൽ കാറി കയറി ഒക്കെ നടക്കും. എൻ്റെ ഇത് കഴിഞ്ഞു, എപ്പൊ കാലെത്തിയും ചോദിച്ചാൽ മതി. പറച്ചിലിനൊപ്പം തന്നെ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് എടുത്ത് സിംഗിളിട്ട് കയ്യും കഴുകി ഉമ്മാന്റെ ഷോളിൽ തുടച്ച ഒറ്റോട്ടമായിരുന്നു റൂമിലേക്ക്. റൂമിൽ ചെന്ന് പെട്ടെന്ന് അഴിച്ചിട്ട മുടിയിൽ ഒരു ക്രാബ് എടുത്ത് മേലെ കുത്തി പോയ ലിപ് ബാം ഒന്നുകൂടെ ടച്ച് ചെയ്ത് ലൈറ്റ് പിങ്ക് ഷോൾ സ്കാഫ് ചെയ്യാതെ മുടി കാണാത്ത രീതിയിൽ പിന്നി വെച്ചെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യിൽ കിട്ടിയ ഒരു ഹാൻഡ് ബാഗും ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വേഗം തന്നെ ഷൂറാക്കിൽ നിന്ന് ചെരുപ്പും എടുത്ത് മുറ്റത്തിറങ്ങി നിന്നു. റിച്ചു അപ്പോഴേക്ക് റെഡിയായി എത്തി. കാറിന്റെ ഡോർ തുറന്ന് കയറി. ഉമ്മ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും എന്ന് നീട്ടി വിളിച്ച് പറച്ചിലിനൊപ്പം തന്നെ അവളും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. 9:25 ആയപ്പോഴേക്കും അവള് റെസ്റ്റോറന്റ് മുമ്പിൽ ഇറക്കി റിച്ചു തിരിച്ചു പോയിരുന്നു. പുറത്തൊന്നും പരിചയമുള്ള ആരെയും കാണുന്നില്ല. പാർട്ടി ഹാളിലാണ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഒന്നുമില്ല. അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ബോയ്സും ഗേൾസും ഉൾപ്പെടെ ഒരു 55 കുട്ടികൾ മാത്രം. പെൺകുട്ടികളുടെ എല്ലാവരെയും കല്യാണം കഴിഞ്ഞു. ജോബ് ഫാമിലിയൊക്കെ അങ്ങനെ പോകുന്നു. ബോയ്സും പിന്നെ കുറച്ച് പേര് അബ്രോഡ് ഹയർ സ്റ്റഡീസ് ആയതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം ഇന്ന് തന്നെ ആയതുകൊണ്ടാണ് പുറത്ത് അറേഞ്ച് ചെയ്ത്. അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ സ്കൂളിൽ വെച്ച് തന്നെ ആക്കിയേനെ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു. ആരും കാണാതെ വന്നും അവൾ ഫോണെടുത്ത് സ്റ്റെല്ല എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അന്നത്തെ അവളുടെ കൂട്ടുകാരിയായിരുന്ന സ്റ്റെല്ല ആളിപ്പോൾ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡ് കൂടെ ദുബായിൽ സെറ്റിൽഡ് ആണ്. വിളിച്ചിട്ട് കോൾ കണക്ട് ആവാതെ വന്നും അവൾ നേരെ റിസപ്ഷനിൽ പോയി തിരക്കി. പാർട്ടി ആള് 3 റെഡ് ഫ്ലോറിലാണെന്ന് അറിഞ്ഞതും നേരെ ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നീങ്ങി. ക്ലാസ് കഴിയുമ്പോൾ കണ്ടതാണ് എല്ലാവരെയും. ഓരോരുത്തരുടെയും കല്യാണം ഉണ്ടായെങ്കിലും നാട്ടിലുള്ള 1-2 കുട്ടികളെ മാത്രമേ കാണാനായുള്ളൂ. എല്ലാവരുടെ ബിസി ലൈഫിൽ സെറ്റായി. പഠനം, ജോബൊക്കെ ആയിട്ട് അങ്ങനെ. വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും അതിലും ആക്റ്റീവൊക്കെ കുറവാണ്. ഒരു ഓണത്തിനോ പെരുന്നാളിനോ ആരെങ്കിലും ഒരു വിഷ് ഇട്ടാലായി, അത്ര തന്നെ. ഏകദേശം 9 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് എല്ലാവരെയും കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും. എല്ലാവരും ഒരു അമ്മയും ഭാര്യയൊക്കെ ആയിട്ടുണ്ടാകും. പിന്നെ ഈ കൂട്ടത്തിൽ റീന സിംഗിളാണേ. ഇതുവരെ പഠനം, പിന്നെ 1 ഇയർ വീട്ടിൽ റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ഉപ്പച്ചീനെ പിടിച്ചു നിർത്തി. ഇനിയിപ്പോൾ ഈ ഇയർ ഉപ്പച്ചി വന്നാൽ പിന്നെ പിടിച്ച പിടിയാലെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവോ എന്തോ. ഓരോന്ന് ആലോചിച്ച് ലിഫ്റ്റിനടുത്തെത്തി ബട്ടൺ പ്രസ് ചെയ്തു. ഡോർ ഓപ്പണായി 3rd ഫ്ലോർ പ്രസ് ചെയ്ത് ക്ലോസ് ആക്കാൻ തുടങ്ങുമ്പോഴാണ് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് ഒരു 6 അടി പൊക്കത്തിൽ നല്ല കട്ട താടിക്ക് വെച്ച് മാസ് ലുക്കിലൊരു പയ്യൻ ഒരു പിസ്ത കളർ ഷർട്ടും ഓഫ് വൈറ്റ് പാൻറ്റും ധരിച്ചു വന്നത്. ഒരു കൂളിംഗ് ഗ്ലാസ് ഷർട്ടിന്റെ 2ാമത്തെ ബട്ടണിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. കയ്യിലൊരു വാശമുണ്ട്. കണ്ടാലേ അറിയാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണെന്ന്. ഇതൊക്കെ കണ്ടപ്പോൾ പെണ്ണിന് അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാൻ റഹ്മാൻ എന്ന പണച്ചാക്കിനെയാണ് ഓർമ്മ വന്ന്. ഗൾഫിൽ നിന്ന് ആദ്യമായിട്ട് നാട്ടിലെത്തി അന്ന് സ്കൂളിൽ വന്ന ആൾ. അഹങ്കാരത്തിന് കണ്ണും കൈയും വെച്ചൊരു മുതലായിരുന്നു. കാണാൻ അന്ന് ഒരു അമൂൽ ബേബി ലുക്ക്. അവന്റെ ഇരട്ടപ്പേരും അത് തന്നെയായിരുന്നു. തന്നെ അവനെയൊക്കെ പറഞ്ഞ കുട്ടികൾ ഓരോ ഗോസിപ്പൊക്കെ പറയായിരുന്നു. തനിക്കാണെങ്കിൽ അന്ന് ആ മുതലിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ, അത്രയ്ക്ക് ജാട. ഇനിയിപ്പോൾ അവനെങ്ങാനും ആവില്ല അവൻ. അതും ചിന്തിച്ച് പെണ്ണവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ തലവൊക്കിയതും ദാ കിടക്കണം. ആ 2 കണ്ണ് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നു. അതുകൊണ്ട് റീനി ചെറുതായിട്ടൊന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു. റിൻഷി കണ്ണീരിക്ക് ചോദ്യഭാഗത്തിൽ അവൻ ചോദിച്ചും അതേന്ന് അവളെ തലയാട്ടി. അത് കണ്ടത് അവരൊന്ന് പുഞ്ചിരിച്ചു. റിൻഷിക്ക് എന്താ മനസ്സിലായില്ലേ? ഞാൻ ഷാൻ. ഒന്നും പറയാതെ അന്നം വിട്ടുള്ള പെണ്ണിനെ നിൽപ്പ് കണ്ടത് അവൻ തന്നെ പറഞ്ഞു. അതുകൂടെ കേട്ടതും ഉണ്ടായിരുന്ന ബാക്കി കിളികളും പറന്നുപോയി. ആരെക്കുറിച്ചാണോ ചിന്തിച്ച് അയാൾ തന്റെ മുമ്പിൽ. റിൻഷി ഇറങ്ങൂ. ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയതും അവന്റെ പറച്ചിലാണ് പെണ്ണിന് സ്വബോധം വന്ന് എന്ന് പറഞ്ഞ് 2 പേര് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. പാർട്ടികൾ ലെഫ്റ്റ് സൈഡിലാ, എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ കബീറിനെ വിളിച്ചിരുന്നു, അങ്ങോട്ട് പോവാം. അതും പറഞ്ഞ് ഷാൻ നടന്നു. ഒരു സെക്കൻഡ് നിന്ന് റിന്യൂ അവന്റെ കൂടെ തന്നെ നടന്നു.
റിൻഷിക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? അതല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ. താടിയൊക്കെ വെച്ച് കണ്ടപ്പോൾ പിന്നെ കുറേ നാളായില്ലേ, ഫോട്ടോയും കണ്ടിട്ടില്ല, ഗ്രൂപ്പിലും ഇല്ലല്ലോ നീ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. ഷാന്റെ ചോദ്യത്തിന് റീനു മറുപടി പറഞ്ഞു. പക്ഷേ തന്നെ മുഖം ഞാൻ എവിടെ കണ്ടാലും തിരിച്ചറിയൂ കേട്ടോ. സൂപ്പർ എനിമീസ് ആയിരുന്നില്ലേ നമ്മള് എന്നും പറഞ്ഞ് ആ ഒരാൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏയ് അതൊക്കെ ഓരോരോ. അതെ, ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമല്ലേ? ഇടക്കേറി അവൻ പറഞ്ഞു. അതിനവളൊന്ന് ചിരിച്ചതേ ഉള്ളൂ. നടത്തത്തിനിടയിൽ അവൻ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ലണ്ടൻ പോയെന്നും MBBS എടുത്ത് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ വാദവരാതെ അവൻ ഓരോന്നും പറയുന്നുണ്ട്. ലുക്ക് പണ്ടത്തെ പോലെ തന്നെ, ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ, കുറച്ച് താടിക്ക് വെച്ച് അന്നത്തെ കുട്ടിയിൽ നിന്നൊരു പുരുഷനായി എന്ന് മാത്രം. എന്നാലും സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം വരുമോ? അന്നത്തെ സ്വഭാവത്തിന് ഇപ്പോൾ കണ്ട മൈൻഡ് പോലും കാണിക്കൂല. എന്തിന് ഈ പരിപാടിക്ക് തന്നെ ഇവിടെ വരൂല. ഇനിയിപ്പോ അവൻ പറയുന്നെല്ലാം മൂളി കേട്ടുകൊണ്ട് ഇതൊക്കെയായിരുന്നു അവളുടെ ചിന്ത. അപ്പോഴേക്കും അവർ ഹാളിലെത്തിയിരുന്നു. റിസപ്ഷനിസ്റ്റ് ഡോറിന്ന് കൊടുത്തും ആ ഒരു ഉള്ളിലേക്ക് കയറി. വിശാലമായ നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത വലിയ ഹാളിന്റെ ഒത്ത നടുക്കായി റൗണ്ടിൽ വലിയൊരു സ്റ്റേജും അതിനു ചുറ്റും നിരനിരയായി കാണികൾക്ക് ഇരിക്കാനുള്ള ഭംഗിയുള്ള കുഷ്യനൊക്കെ വെച്ച ചെയറുകളും. കുറച്ചുപേര് സ്റ്റേജിലും കുറച്ചുപേര് അവിടെ ചെയറിലൊക്കെ ആയിട്ടിരുന്ന് ഭയങ്കര കത്തിയടിയിലാണ്. ഒരു നിമിഷം പണ്ടത്തെ ആ 10ാം ക്ലാസ്സിലെ ഇന്റർവെൽ സമയമാണ് അവൾക്ക് ഓർമ്മ വന്നത്. എല്ലാവരും കലപില കൂട്ടി സംസാരിച്ച് ഒരു ഭാഗത്ത് ഡസ്റ്റ് കൊണ്ട് എറിഞ്ഞു കളിച്ച് നടന്ന ആ പഴയ 10ാം ക്ലാസ്. അപ്പോഴും ഒരു മൂലയിൽ നിന്ന് വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന, ഒച്ച സഹിക്ക വയ്യാതെയാവുമ്പോൾ ഇംഗ്ലീഷ് എന്തൊക്കെയോ വിളിച്ചു പോകുന്ന ഒരു പാൽക്കാരൻ പയ്യനെ ഈ റിനുവിന് ഓർമ്മ വന്നു. അവൾ പെട്ടെന്ന് തന്നെ ഷാന്റെ മുഖത്തേക്ക് നോക്കി. എന്താണോ എന്നാ പുരികം പൊക്കി ചോദിച്ചതിന് ചുമല് കൂച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് അവൾ ഫ്രണ്ട്സിനെ ലക്ഷ്യം വെച്ച് നടന്നിരുന്നു. അവന്റെ മുഖത്തുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞൊരു പുഞ്ചിരി. എല്ലാവരെയും കണ്ടപാടെ പിന്നെ കൈ കൊടുക്കലും കെട്ടിപ്പിടിക്കലൊക്കെയായി പരിചയം പുതുക്കലായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സമയം എല്ലാവരും ആ പഴയ 10ാം ക്ലാസ്സുകാരായിരുന്നു. സ്വര പറഞ്ഞും പരസ്പരം കളിയാക്കിയും അങ്ങനെ അങ്ങനെ. അപ്പൊ അവരാരും ഒരു അമ്മയോ ഭാര്യയോ ഉത്തരവാദിത്തമുള്ള പുരുഷനോ ഭർത്താവോ ആയിരുന്നില്ല. നിഷ്കളങ്കരായ ആ നല്ല നാളുകളിലുള്ള കൂട്ടുകാർ മാത്രമായിരുന്നു. ഇടയ്ക്കെപ്പോഴും അവിടെ നോട്ടം ഷാനുമായി ഒന്ന് ഇടഞ്ഞു. ചെക്കൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണവളുടെ മുഖത്ത് തന്നെയാണ്. അതിലെന്തോ ഒരു ഇതില്ലേ? ഏയ് എന്ത്? ഒന്നുമില്ല. അവൾ സ്വയമേ പറഞ്ഞുകൊണ്ട് അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് എല്ലാവരിലേക്കും ശ്രദ്ധയിലെത്തി. ഡി റിൻഷി, നിനക്ക് മാത്രമേ മാറ്റില്ലല്ലോ ഇപ്പോഴും. ഫസ്റ്റിനെയാണ്. അവള് സിംഗിളല്ലടി, നമ്മളെ പോലെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? ആ ഇവളെ പോലെയൊക്കെ ആയാൽ മതിയായിരുന്നു. ഇതിപ്പോ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ നമ്മൾക്കൊക്കെ ഇപ്പൊ 1-2 ട്രോഫികളായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പെണ്ണിനെ കെട്ടിക്കാനുള്ള ചർച്ചകളായിരുന്നു. ബോയ്സും ഗേൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് പെണ്ണിനെ അങ്ങ് വാരി കോരുന്നുണ്ട്. അവളും അതേപോലെ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചുണ്ടിൽ വിരിഞ്ഞൊരു ചെറുപുഞ്ചിരിയോടെ നോക്കിയിരിക്കായിരുന്നു ഷാൻ. യൂണിഫോമൊക്കെ ഇട്ട് ഇതേപോലെ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന, സകല കുരുത്തക്കേടും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന, എന്നാൽ എക്സാമിന് അത്യാവശ്യം നല്ല മാർക്കും വാങ്ങിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ണിലുണ്ണിയായ ഒരു വായാടിയായ, എന്നാൽ തന്നോട് ഉണ്ണിയാർച്ചയാവുന്ന റിൻഷിയാണ് അവനിപ്പോൾ അവിടെ കണ്ടത്. റിൻഷി, ഞാൻ വന്ന പോലെ ശ്രദ്ധിക്കുന്നാടി. ആ അമൂൽ ബേബി നിന്നെ തന്നെ നോക്കിയിരിക്കുക. മാത്രമല്ല നിങ്ങൾ ഒരുമിച്ചല്ലേ വന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് അറിഞ്ഞപ്പോ അന്ന് എല്ലാവരും കളിയാക്കിയ പോലെ ഇനിയിപ്പോ നിന്നെ വളച്ച് കുപ്പിയിലാക്കി കെട്ടാൻ വല്ല പ്ലാൻ ഉണ്ടാവും അവന്. കാര്യം അവൻ അന്നേ നമ്മളെക്കാൾ 1.5 വയസ്സിന് മൂത്തല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ സെയിം ഏജ് ആണെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒരു കൈ നോക്കണം റിൻഷി. സ്റ്റെല്ലയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിനുവിന്റെ ചെവിക്കരികിൽ വന്നാണ് അവിടെ പറച്ച്. റിനു വേഗം എല്ലാവരെയും നോക്കി. ഓരോന്ന് സംസാരിച്ചിരിച്ച് ഫുഡ് കഴിക്കാൻ തിരക്കിലാണ് എല്ലാവരും. ഷാനെ നോക്കിയപ്പോൾ അവൻ ഫുഡിൽ മാത്രമാണ് ശ്രദ്ധ. അവൾ സ്റ്റെല്ലയെ ഒന്ന് തിരിഞ്ഞു നോക്കി. കെട്ടിയൊരു കുട്ടിയുടെ തള്ളയായിട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലല്ലേ? എടി അത് പിന്നെ ശീലിച്ചു പോയില്ലേ? ഇങ്ങനെയൊക്കെ അല്ലേ പുറത്തെടുക്കാൻ പറ്റൂ? എത്ര കാലത്തിന് ശേഷമാണെന്നറിയ ഇത്ര ഫ്രീ ആയിട്ട്? സ്റ്റെല്ല വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാൽ നന്നായി. എന്നാലേ അത് ഇങ്ങോട്ട് വേണ്ട. എന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് എന്താ നിനക്ക് ഇത്ര തിടുക്കം? മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്. ഓ, നിന്റെ ഈ ഓഞ്ഞ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. അതും പറഞ്ഞ് സ്റ്റെല്ല കഴിക്കാൻ തുടങ്ങി. ഒരു ചിരിയോടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കലും ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ നേരമാണ് കാശി ഷെയർ ഇടുന്ന കാര്യം സംസാരിച്ച്. ഹലോ, ഇന്നത്തെ ട്രീറ്റ് നമ്മുടെ അമൂൽ ബേബിയുടെ വകയാണ് മക്കളെ. നമ്മുടെ കൂട്ടത്തിലൊരു ഡോക്ടർ ബ്രോ ആയില്ലേ അല്ലേടാ? അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കെബീറാണത് പറഞ്ഞത്. ഇത്രയും അടിപൊളി സെറ്റപ്പിൽ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് എല്ലാവരും ഷെയർ ഇടാ എന്ന് പറഞ്ഞിട്ടും ഷാൻ അതൊക്കെ ചിരിച്ചുകൊണ്ട് നിരസിച്ചു. അല്ലെങ്കിലും മൂപ്പര് പണ്ടേ പണച്ചാക്കല്ലേ. വാപ്പാ ഗൾഫിൽ വലിയ ബിസിനസ്സൊക്കെയാണ്. ഇപ്പൊ ആളൊരു ഡോക്ടറും. അവസാനം ഓരോരുത്തരെയും യാത്ര പറഞ്ഞിറങ്ങി. റിൻഷി, നീ എങ്ങനെയാണ് പോകുന്നേ? കബീറാണ് ചോദിച്ചത്. ഞാൻ വന്ന കാമിന്റെ കൂടെയാ. ഇനി തിരിച്ചു പോകാൻ ബസ് നോക്കണം. ആദ്യം സ്റ്റാൻഡിലെത്തണം. അതിന് ഞാനൊരു ഓട്ടോ ഇട്ട് നോക്കട്ടെ. സ്റ്റാൻഡിലേക്കാണെങ്കിൽ ഞാൻ അവിടെ ഇറക്കാം. ഞാനത് ഒഴിയാ. ബൈക്ക് കയറും എൻ്റെ കൂടെ? വിഷ്ണുവാണ് ചോദിച്ചത്. ഏയ് വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചോളാം. അതും പറഞ്ഞ് വേഗം തന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ഷാന്റെ ഒരു പിൻവിളി. റിൻഷി, താൻ എൻ്റെ കൂടെ വായോ? കാറിലാണ്. ഞാൻ സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം.
വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവന്റെ നിർബന്ധത്തിൽ കൂടെ തന്നെ പോവാൻ തീരുമാനിച്ചു. മുന്നിൽ കയറണോ ബാക്കിൽ കയറണോ എന്ന് ആലോചിച്ചപ്പോഴേക്കും അവൻ വന്ന് കോൾ ഡ്രിങ്ക്സിന്റെ ഡ്രോവർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒന്നും ആലോചിക്കാതെ അവളും കയറി ഡോർ അടച്ചു. ഒരുപാട് വർഷങ്ങളായി പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കോളേജിലൊക്കെ സ്കൂട്ടി കൊണ്ടാണ് പോക്ക്. അതുകൊണ്ട് തന്നെ ബസ് യാത്രയൊക്കെ ചെയ്തിട്ട് കുറേയായി. ചെറിയ മടിയുണ്ടെങ്കിലും കാക്കുവിനെ വിളിക്കേണ്ട, ബസ്സിന് വീട്ടിൽ പോക്കെന്ന് കാക്കു ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ബസ്സിന് പോവാന്ന് കരുതിയത്. ഷാന്റെ കൂടെ പോകുന്നതിൽ ഒരു മടി ഇല്ലാതില്ല. എന്താണെന്നറിയില്ല, എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഫീൽ. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും സ്റ്റാൻഡ് വരെയല്ലേ. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഡോർ അടിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ കബീർ ഷാന്റെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ ചിരിക്കുന്നൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞൊരു പുൻസിരിയോട് അവളെ നോക്കിയിരുന്നു. അന്നേ അവൻ കുറച്ചെങ്കിലും കൂട്ടി കബീറിനോടായിരുന്നു. കബീർ പിന്നെ സംസാരിച്ച ആളെ കയ്യിലെടുക്കാൻ മിടുക്കനാണ്. വേറെ ആരോടും അങ്ങനെ സംസാരിക്കുന്നോ ചിരിക്കുന്നോ ഒന്നും പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടില്ല. എപ്പോഴും സീരിയസ് ആയിരിക്കും, ഒരു പുസ്തകപ്പുഴു. ആരെങ്കിലും ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കിയാൽ ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്ത് ഒരു നല്ലവനായ ഉണ്ണിയായിരുന്നു അന്ന്. ഇന്ന് വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും എല്ലാവരോടും വിശേഷമൊക്കെ തിരക്കി ചിരിക്കുന്ന കണ്ടു. അവന്റെ ആ നല്ല പിള്ള ജാട സ്വഭാവം കൊണ്ട് തന്നെ താനും അവനൊരു ഏരിയയിൽ നിൽക്കില്ലായിരുന്നു. എന്നും തമ്മിൽ അടിയാവും. ഡസ്റ്റർ എയറിൽ അവന്റെ മേലറിയാതെ എന്ന് കൊണ്ടതിന് ചാക്കോ മാഷിനോട് പറഞ്ഞ് തന്നെ ഒരു പീരീഡ് മൊത്തത്തിൽ ഒറ്റക്കാലിൽ നിർത്തിച്ചവനാ. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോർ അടയുന്ന ശബ്ദം കേട്ടത്. പോവാം, സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ അവൻ പറഞ്ഞു. ഷാന് ബൈപ്പാസിൽ നിന്ന് റൈറ്റ് അല്ലേ പോവാനുള്ളത്? സ്റ്റാൻഡിൽ ലെഫ്റ്റ് ഇരിഞ്ഞ് റൈറ്റ് സൈഡില്ല. എന്നെ ബൈപ്പാസിൽ ഇറക്കിയാൽ മതി. ഓ, എന്റെ വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലേ? ചെറിയൊരു പുഞ്ചിരിയോട് അവൻ പറഞ്ഞു. സ്കൂൾ ബസ്സിലാകുമ്പോൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഓർമ്മയില്. അതെ, തന്റെ ഓർമ്മ ശരിയാ. കുറച്ചു സമയം പിന്നെ മൗനമായിരുന്നു ഇരുവർക്കും ഇടയിൽ. റോഡിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും ഉണ്ട്. റിൻഷി, കബീർ പറയാണേ, പണ്ടത്തെ ഗോസി പോലെ നീ റിൻഷിനെ കെട്ടിക്കോ, അവളുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന്. മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. ചുണ്ടിൽ ചെറിയൊരു പുൻസിരിയും ഉണ്ട്. അത് കേട്ടത് റിൻഷി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താണോ? അവളുടെ നോട്ടം കണ്ട് ചെക്കൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് തലയാട്ടി അവളൊന്ന് ചിരിച്ചു. എല്ലാവർക്കും എന്റെ കല്യാണം കഴിയാഞ്ഞിട്ട് ഭയങ്കര സൂക്കേടുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. പറയുമ്പോൾ താനെന്താണോ കല്യാണം കഴിക്കാഞ്ഞേ? ഒന്നുമില്ല, ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അത് കഴിഞ്ഞൊന്ന് ഫ്രീ ആവണമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടുകാർക്ക് അത്ര ധൃതിയൊന്നുമില്ലെന്നേ, എനിക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. ആഹാ, പ്രായമായില്ലെന്നോ? കണ്ട ഒരു 30 പറയാലോ. പോടാ, എനിക്ക് 24 ഉള്ളൂ. അതാണല്ലോ ഇത്ര ചെറിയ പ്രായം. എനിക്ക് 25 കഴിഞ്ഞെന്ന് പറഞ്ഞ വീട്ടിൽ ഉമ്മ തിരക്കൂട്ടുന്നുണ്ട് പെണ്ണിട്ടാൻ. ഒരാലോചന വന്നിട്ടുണ്ട്. ഉപ്പ നെക്സ്റ്റ് വന്ന് വരും. എന്നിട്ട് വേണം അതൊന്ന് ഉറപ്പിച്ചിട്ട് പെണ്ണിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ. അവൻ പറഞ്ഞു കേട്ടപ്പോൾ എന്തിനോ ഒരു സങ്കടം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ആണോ? അപ്പൊ പെണ്ണിനെ മുന്നേ പോയി കണ്ടതാണോ? ഉപ്പ വന്നിട്ട് തീരുമാനിക്കാൻ? അതെ, പെണ്ണിനെ ഞാൻ കുറെ മുന്നേ കണ്ടുവച്ചതാ. അതെയോ? അപ്പൊ ലവ് മാരേജ് ആണല്ലോ. സ്കൂളൊക്കെ മാറി MBBS ഒക്കെ ആയപ്പോഴേക്കും ഒരുപാട് മാറിയല്ലേ? ഞാൻ കരുതി അന്നത്തെ ആ ജാട സ്വഭാവം തന്നെ ആയിരിക്കുന്നു. എന്തായാലും ഒരു പെണ്ണിനെ വളച്ചല്ലോ. കാലം പോയ പോക്കേ. കെട്ടിയ അവസരം പെണ്ണ് ചെക്കനിട്ട് നന്നായിട്ടൊന്ന് വാരി. ഡീഡി മതിയാക്കടി. മനുഷ്യനെ എന്നും ഒരുപോലെ ആവോ? ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത. എന്നാലും ഇങ്ങനെയൊക്കെ ചേഞ്ച് വരും എന്റെ പടച്ചോനെ. അവനെ കളിയാക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അവൾ പോലും അറിയാതെ ഒരു സങ്കടം തികട്ടി വരുന്നുണ്ടായിരുന്നു. ഞാൻ വളർന്നും പഠിച്ചുകൊണ്ടിരുന്നൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ. അതുകൊണ്ട് പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയായി. ഹയർ സെക്കൻഡറി എത്തിയപ്പോഴാണ് കേരള സ്കൂൾസിന്റെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച്. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അതുപോലെ തന്നെയുള്ള 6 വർഷങ്ങൾ. എന്നാലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നാലും തൻ്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാനൊന്ന് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് വെറുതെ എനിമീസായി. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നഷ്ടബോധമുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടല്ലേ ഇപ്പോഴിങ്ങനെ ഓർത്തിരിക്കുന്ന സംസാരിക്കുന്നൊക്കെ. അന്നത്തെ കണക്കിന് ഇവിടുന്ന് അങ്ങോട്ട് വീട്ടാം. എന്തേ? ഓഫ് കോഴ്സ്. അവൾ ചോദിച്ചതിന് തലയാട്ടി ചിരിച്ചുകൊണ്ടാവും മറുപടി പറഞ്ഞു. എന്നാ ശരി, ഇറങ്ങട്ടെ, കാണാം. കാറിന്റെ ഡോർ തുറന്ന് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഓക്കേടാ, ലേറ്റ് ആവണ്ട. അവനും തിരിച്ച് യാത്രയായി. അവൾ സ്റ്റാൻഡുകളിലേക്ക് കയറിപ്പോകുന്ന നോക്കി ഒരു പുൻസിരിയോടെ അവൻ കാറിലിരുന്നു. കൺദൂരത്തുനിന്ന് അവൾ മറിഞ്ഞതും അവനും തിരിച്ചുപോയി. വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയ ശേഷം നിസ്കരിച്ച് പിന്നെ ബെഡിലേക്ക് ഒരൊറ്റ മറിച്ചിലായിരുന്നു ഫോണും കൊണ്ട്. എല്ലാവരുടെയും പുതിയ നമ്പരൊക്കെ ആഡ് ചെയ്ത് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തുരുതുരായി ഇന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തിന് ഗ്രൂപ്പിൽ അനക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കാടിലേക്ക് സലാം പറഞ്ഞ കണക്കാവും. ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്ന കണ്ടത്. DP എടുത്ത് നോക്കിയപ്പോൾ കണ്ടു അമുൽ ബേബി, നമ്മളെ ഷാന്. പക്ഷേ ഗ്രൂപ്പിലുള്ള നമ്പറല്ല, UK നമ്പറാണ് കാണിക്കുന്നത്. ഹായ് ഷാൻ. അവൾ തിരിച്ച് മെസ്സേജ് അയച്ചു. താൻ വീട്ടിലെത്തിയില്ലേ? ഞാനെത്തിയിട്ട് 1/2 മണിക്കൂറായി. ഇത് വേറെ നമ്പറാണല്ലോ, ഗ്രൂപ്പിലുള്ളതാണല്ലോ. അതെ, ഇതെന്റെ UK നമ്പരാ. അതെല്ലേ, ഓക്കെ. കുറച്ച് സമയത്തിന് പിന്നെ മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ മെസ്സേജും പ്രതീക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കോണ്ടാക്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഈ പുറമെ എന്ത് ചോദിക്കണമെന്നറിയാതെ അവന് ഓരോന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ബാക്ക് അടിച്ച് കളിക്കുകയായിരുന്നു. അവസാനം അവളുടെ സ്റ്റഡീസിനെ കുറിച്ച് തന്നെ ചോദിക്കാമെന്ന് കരുതി. താനെന്നോട് വീട് കഴിഞ്ഞ് പിന്നെ ജോബിനൊന്നും പോവാത്തേ? നോക്കിയില്ലേ?
ഇല്ല, വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഒരു മൈൻഡ് ബ്രേക്ക്. പിന്നെ ഒരു ചെറിയ കമ്പ്യൂട്ടർ കോഴ്സും ചെയ്തിരുന്നു. PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ ജോബ് നോക്കിയിട്ടില്ല. ഇൻഷാല്ലാ ഈ അക്കാദമിക് ഇയർ നോക്കണം. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ് എന്ന് തിരിച്ച് മെസ്സേജും വന്നു. അതെ, ഷാന്റെ കല്യാണം ഉറപ്പിച്ച പെണ്ണിന് ഫോട്ടോ ഉണ്ടോ? ഒന്ന് കാണാൻ. വെറും അസൂയ. അവന്റെ മനസ്സിലാക്കി ആ പെണ്ണേതാന്ന് അവൾക്ക് അറിയണമായിരുന്നു. എന്റെ പെണ്ണിന്റെ ഫോട്ടോ അങ്ങനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കൂല. കല്യാണത്തിന് വിളിക്കാം, അപ്പൊ കണ്ടാ മതി. തിരിച്ചവിടുന്ന് റിപ്ലൈയും വന്നു. ഓഹോ, അപ്പൊ ആ മുൾ ബേബിയുടെ സ്വഭാവം ഫുള്ളായിട്ട് മാറിയിട്ടില്ല അല്ലേ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. മനസ്സിലവന്റെ തന്തപ്പിടിക്കൊഴിച്ച് ബാക്കിയെല്ലാം വിളിച്ചുകൊണ്ട് ഇത്രമാത്രം അവൾ ടൈപ്പ് ചെയ്ത് അയച്ചു. അപ്പുറം മെസ്സേജ് കണ്ട് അവൻ സന്തോഷത്തോടെ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു. ഒപ്പം തന്നെ അവൾക്ക് നീ ഉണ്ണിയാർച്ചേ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു. ആ മെസ്സേജ് കണ്ട് അവളിൽ ഉണ്ടായിരുന്ന കുഞ്ഞൊരു പുഞ്ചിരി. അപ്പൊ ഈ പേരൊന്നും മറന്നിട്ടില്ല അല്ലേ? ഏയ് ഇല്ല, നീയല്ലേ ആദ്യം അമുൽ ബേബി എന്ന് വിളിച്ച്. അപ്പൊ പിന്നെ ഈ ഉണ്ണിയാർച്ചയെ ഞാൻ മറക്കോ? സ്വഭാവം അതായിരുന്നല്ലോ. ഓ പിന്നെ ഇയാള് നല്ലൊരാള്. അതൊക്കെ ഒരു കാലായിരുന്നു. വീണ്ടും എന്തൊക്കെയോ സംസാരിച്ച് അവിടെ മെസ്സേജ് നീണ്ടുപോയി. ദിവസങ്ങളൊന്നും മാറ്റമില്ലാതെ കടന്നുപോയി. ഒരു ദിവസം രാത്രി എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് പുറത്തൊരു കോളിംഗ് ബെൽ കേട്ടത്. ഞാൻ നോക്കുമ്മ, അതും പറഞ്ഞ് റിച്ചു എണീറ്റ് ഡോറിന്റെ ഭാഗത്തേക്ക് പോയി. മിനിറ്റുകൾ കഴിഞ്ഞ് ചെക്കനെ കാണാമെന്നും ഉമ്മീറിനും കൂടെ സിറ്റ് ഔട്ട് ലക്ഷ്യം വെച്ച് പോയി. ആഹാ, മുറ്റത്തൊരു മൈന. അല്ല, നമ്മളെ വാപ്പ. റിച്ചു ഉപ്പാനെ കെട്ടിപ്പിടിക്കൽ ഉമ്മവക്കലൊക്കെയാണ്. ഉപ്പാ. റീനു ഓടിപ്പോയി ഉപ്പാനെ കെട്ടിപ്പിടിച്ചു. ഉപ്പ തിരിച്ചു. പിന്നീട് അങ്ങോട്ട് വാപ്പാന്റെയും മക്കളുടെയും സ്നേഹപ്രകടനമായിരുന്നു. അതൊക്കെ നോക്കി അപ്പുറത്ത് നിന്ന് പുഞ്ചിരിക്കുന്ന ഉമ്മാനെ കൂടെ ഉപ്പ ചേർത്ത് നിർത്തി. ആഘോഷമായിരുന്ന ആ രാത്രി ഒരുമിച്ച് ഫുഡ് കഴിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഉപ്പാനെ കൊണ്ടെന്നെ പെട്ടിയൊക്കെ പൊട്ടിച്ചു. റിച്ചുവായിട്ട് മിഠായിക്ക് തള്ളൊക്കെ പിടിച്ച് ആ രാത്രി ഉറങ്ങാതെ അവര് നേരം വിളിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നുപോയി. ഉപ്പ വന്നിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് റിച്ചുവിന്റെ കല്യാണം ഉറപ്പിച്ചു. പെണ്ണിനെ അവൻ ആദ്യമേ കണ്ടുവെച്ചുകൊണ്ട് റിസ്ക് ഉണ്ടായില്ല. അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു സുന്ദരി പെണ്ണ്, പേര് ഷഹാന. റിനുവിനോട് പറയാതെ പ്രേമിച്ചതിന് കുറച്ചു ദിവസം മിണ്ടാണെന്നെങ്കിലും ഉപ്പ കൊണ്ടുവന്ന മിഠായി ബാക്കിയുള്ളടുത്ത് സോപ്പിട്ടപ്പോ പെണ്ണങ്ങ് ഫ്ലാറ്റായി. എന്നിട്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു ഡയലോഗും. എനിക്കതാ ഞാൻ പറയാം. ഞാനെന്ന് പറഞ്ഞ ഞാൻ തന്നെ, നിങ്ങളുടെ സ്വന്തം റീനു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഉപ്പ ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ തിരിച്ചു പോകും. അതിനു മുന്നേ കാക്കുവിനെ നിൽക്കാൻ നടത്തും. കൂടെ നമ്മളത് നടത്തുന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും എന്തോ, നമുക്ക് കാത്തിരുന്ന് കാണാം. നിക്കാതിന്റെ കാര്യം പറയുമ്പോൾ എന്നുണ്ടോ ആ മൂൽ ബേബിയാണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. അന്ന് കണ്ടാൽ കടിച്ചീർന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും പറഞ്ഞു മനസ്സിന്റെ ഒരു കോണിൽ എവിടെയോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പ്രായത്തിന്റെ ചോരത്തിളപ്പും അന്നത്തെ അവന്റെ ജാട വെച്ച് പല്ലു പോയി എന്നുള്ളതുകൊണ്ട് അന്നേ അത് മറവിക്ക് വിട്ടുകൊടുത്തായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം താൻ ഇന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിനോട് ചോദിച്ചു നോക്കിയിട്ടും ഇനിയിപ്പോൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ആ പാൽക്കുപ്പി വേറെ പൂച്ച മുന്നേ തട്ടിമറിച്ചു മോളെ റീനു എന്നാണ് ബ്ലഡി മനസ്സ് ഉത്തരം തരുന്നത്. പുല്ല്. ലോകത്ത് വേറെ ചെക്കന്മാരൊന്നും ഇല്ലാത്ത പോലെ പിന്നെയും മനസ്സ് പോകുന്ന ആ പാലും കുപ്പിക്കട തന്നെ. 2 ദിവസം കഴിഞ്ഞ് രാവിലെ ഉണരുന്ന ഉമ്മാന്റെ അടുക്കളയിലുള്ള ബഹളം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റിരുന്നപ്പോഴാണ് ഓർമ്മ ഇന്ന് ഉപ്പാന്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കൂടെ അവരുടെ ഫാമിലി, ഒരു മകനും മകളും വൈഫാണത്രേ. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മോന്റെ കല്യാണമുണ്ട്. അതിന് ക്ഷണിക്കാൻ കൂടിയാണ് വരുന്നത്. അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഫ്രഷായി നിസ്കരിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ കാര്യമായ പണിയിലാണ്. ഉപ്പയും കൊണ്ട് സഹായത്തിന്. കാക്കു പിന്നെ എണീറ്റിട്ടേ ഇല്ല. ആ റീനിയോ, ഈ എണീറ്റാ? വേഗം ആ ചായയും കടിയൊക്കെ എടുത്താണ്ട് കുടിച്ചേണ്ടേ ആകം പുറക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റൂമിൽ ഷീറ്റൊക്കെ മാറ്റി നല്ലതെടുത്ത് വിരിക്കേ. ഇത് പിന്നെ ഉമ്മാരുടെ സ്ഥിരം പരിപാടിയാ. ആരെങ്കിലും വരുന്നുണ്ട് വീടെടുത്ത് തിരിച്ചു വെക്കണം. കുക്കിംഗ് പിന്നെ നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് അതിൽ കൈ കടത്താൻ ഉമ്മ സമ്മതിക്കൂല. ക്ലീനിങ് പിന്നെ ചെയ്തില്ലെങ്കിൽ ഉമ്മ പട്ടിണിക്കിടുന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യും. വേഗം തന്നെ ചായ കുടിച്ച പണികളൊക്കെ തുടങ്ങി. ആദ്യം തന്നെ മുറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി, പിന്നെ അകവും അടിച്ച് തുടച്ചു വൃത്തിയാക്കി. അപ്പോഴേക്കും ഉമ്മാന്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ കിച്ചനും വേഗത്തിൽ ക്ലീൻ ആക്കി. ഇനി മതി റീനു, ഈ പോയി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവരൊക്കെ 12 മണിയാകുമ്പോഴേക്കും എത്തും. അതിന് ഞാനെന്തിനാ കുളിക്കുന്നേ? ഞാനിന്നലെ തലനനച്ച് കുളിച്ചാ. ഇന്ന് മേൽ നനക്കത്തുള്ളൂ. അതൊന്നും പറ്റൂല. മര്യാദക്ക് തലനനച്ച് കുളിച്ചൊരു വൃത്തി മേനയിലൊക്കെ നിൽക്ക്. പുറത്തുനിന്ന് 4 ആൾക്കാർ വരുന്ന വരുന്ന 6 പേര് എന്നെ പെണ്ണുകാണാൻ നല്ലല്ലോ വരുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ മതി. ആളുമാരോട് തിരിച്ച് മറുപടിയും പറഞ്ഞു. പെണ്ണെ, എന്റെ കൈ നല്ല വായിക്കുന്നീ. മതി മതി, തള്ളേ മോളും കൂടെ തല്ല്. റീനു, നീ കുളിച്ചില്ലേലും നല്ല ഡ്രസ്സോ ചുരിദാറോ എന്തെങ്കിലും ഇട്. ഈ കൈയില്ലാത്ത പനിനോട്ട് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റൂല. തീർപ്പോലെ ഉപ്പ് പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാ റൂം ലക്ഷ്യം വെച്ച് നടന്നിരുന്നു. പോകുന്ന പോക്കിൽ ഇതൊക്കെ കണ്ണും കേട്ട് അവിടെ ഇരുന്ന് കിണിക്കുന്ന കാക്കൂനെ കയ്യിൽ കിട്ടിയ ഒരു ചെറുനാരങ്ങ എടുത്ത് എറിയാനും മറന്നില്ല. മേൽ മാത്രം ഒന്ന് കഴുകി ഉപ്പ പറഞ്ഞുള്ള ഒരു യെല്ലോ ആൻഡ് റെഡ് കോംബോ വരുന്ന ഒരു ചുരിദാർ എടുത്തിട്ടു. മുടി സാധാരണ പോലെ തന്നെ സൈഡ് എടുത്തൊന്ന് ഒതുക്കി ഒരു ക്ലിപ്പ് വെച്ച് കുത്തി തലയിലൊരു ഷോളും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മാന്റെ പണിയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഉമ്മ ഒരുക്കി വെച്ച് ഓരോരോ പാത്രങ്ങളായിട്ട് തുറന്നു നോക്കി. വാവ്, ചിക്കൻ ബിരിയാണി, മട്ടൻ മന്തി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പിന്നെ സ്വീറ്റ് ഐറ്റംസ് വേറെ. ഈ ഉമ്മാനെ സമ്മതിക്കണം.
ഈ സമയം കൂടി ഇത്രയും വിഭവങ്ങൾ. പാവം ഇന്ന് നേരത്തെ എഴുന്നേറ്റുണ്ടാവും. ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കിയത്. അമൂൽ ബേബി UK എന്ന പറഞ്ഞൊരു വോയിസ് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ഹായ് റിൻഷി, എന്റെ മാരേജ് ഉറപ്പിക്കാൻ പോകട്ടെ ഇന്ന്. കാത്തിരുന്നിരുന്ന് ഇന്നാണത്. ഫോട്ടോസ് ഞാൻ അയക്കാട്ടോ. എന്തിനോ ഒരു സങ്കടം തോന്നിയെങ്കിലും ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്ന് തിരിച്ച് റീപ്ലൈ ചെയ്തു. ആ സമയം തന്നെയാണ് മുറ്റത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. വിരുന്നുകാരാവെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഫോൺ അവിടെ വെച്ച് വന്നവരെ ക്ഷണിക്കാനായി ഹാളിലേക്ക് പോകുമ്പോഴാണ്. നീ എങ്ങോട്ടടി? കാക്കുവാണ്. അവർക്ക് വന്നു, പോയി നോക്കട്ടെ. കാക്കുയില്ലേ? ഞാൻ പോയിക്കോളാം, നീ ഉപ്പൊളിക്കും വന്നാൽ മതി എന്നും പറഞ്ഞവൻ ഒറ്റ പോക്ക്. ഇതിപ്പോ എന്താ കഥായ നമ്മട്ടിൽ ഞാനും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നേരെ അടുക്കളയിലേക്ക് തന്നെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഏകദേശം ഉമ്മാന്റെ അതേ പ്രായത്തിലൊരു സ്ത്രീയും കൂടെ ഏകദേശം 27-28 പ്രായം തോന്നിക്കുന്ന രീത്തയും ഉമ്മാന്റെ കൂടെ വരുന്നു. ഉമ്മ അവരോട് വിശേഷങ്ങളൊക്കെ തിരക്കി സംസാരിച്ചാണ് വരവ്. അവരെ കണ്ടപ്പോഴേ തോന്നി ഉപ്പാന്റെ ഫ്രണ്ടിന്റെ ഭാര്യയും മകളുമാണെന്ന്. ഇതാണല്ലേ മോള്? ആ ഉമ്മ എന്നെ കണ്ടപാടെ ചോദിച്ചു. അതേന്ന് മറുപടി പറയുന്നതിനൊപ്പം തന്നെ ചെയർ വലിച്ചിട്ട് അവരോട് ഇരിക്കാൻ പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഓരോ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഉമ്മ അവർക്കുള്ള ഡ്രിങ്ക്സ് എടുക്കുന്ന തിരക്കിലാണ്. മാമി പെട്ടെന്നൊരു കുഞ്ഞ് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വെളുത്തുടുത്ത ഒരു കുഞ്ഞു സുന്ദരി പെണ്ണ് പുഴുപ്പലും കാട്ടി ചിരിച്ചു നിൽക്കുന്നു. എന്നാലിപ്പോ ആരാണ് ഈ മ്യാമി എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ഇത്തയുടെ മറുപടി വന്നു. എന്റെ മോളാ LKG പഠിക്കാൻ. എന്റെ ബ്രദർ നിക്കായുന്ന പെണ്ണിനെ മാമിന്ന് വിളിക്കണമെന്ന് അവനാ പറഞ്ഞു പഠിപ്പിച്ച്. അതുകൊണ്ട് ആ പ്രായത്തിൽ ആരെ കണ്ടാലും അവളിപ്പോ മാമീന്നാ വിളിക്കുക. ചിരിച്ചുകൊണ്ട് ഇത്ത പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാനും ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കണ്ണടച്ചൊന്ന് ചിരിച്ചു കാണിച്ചു. റിനു, കാക്കുവിനെ വിളിച്ച് ഈ ജ്യൂസ് അവർക്ക് കൊടുക്കാൻ പറയും. അതിനെന്താ, അത് അവള് കൊടുത്തോട്ടെ. ഉപ്പാനിന്റെ അനിയനൊക്കെ പരിചയപ്പെടണ്ടേ. ഇയാൾ പാടും, ഞാൻ കൂടെ വരാം. ഉമ്മ പറഞ്ഞു തീരുന്നതിന് മുന്നേ അതും പറഞ്ഞ് ഇത്ത ചെയറിൽ നിന്ന് എണീറ്റു. അത് ഇത്ത ഞാൻ താൻ പാടും. ഉമ്മാന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് ട്രേ വാങ്ങി നമ്മുടെ കയ്യിൽ തന്നുകൊണ്ട് മൂപ്പത്തി മുന്നേ നടന്നു. വാലുപോലെ ഞാനും. എന്റെ പേര് ജസ്ലി എന്ന് വിളിക്കും. ജ്യൂസ് ആയിട്ട് പോകും വഴി ഇത്ത ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഹാളിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു വൈറ്റ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഒരു ജെന്റിൽമാൻ ലുക്കിൽ ഏകദേശം ഉപ്പാന്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ. കൂടെ മോനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന കാക്കുവിനോട് ഭയങ്കര സംസാരത്തിലാണ്. വാപ്പിച്ചി ജസ്ലി വിളിച്ചതും സംസാരത്തിലായിരുന്നവർ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ഇതാണ് എന്റെ മോള് റിൻഷി, ഞങ്ങൾ റിനു. ഉപ്പ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും മറന്നില്ല. മോനെ ഷാനു എന്ന് അദ്ദേഹം വിളിച്ചപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ച്. ദാ പറക്കുന്നു കിളികൾ ഒന്നടങ്കം കൂടും കൊടുക്കുകയും എടുത്ത് തന്റെ കിളി പോയ നിൽപ്പണിട്ട് എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്. മോളെ ജ്യൂസ് കൊടുക്കുക ഉപ്പ പറഞ്ഞപ്പോഴാണ് പിന്നെ സ്വഭാവം വന്ന്. പെട്ടെന്ന് തന്നെ ഉപ്പാന്റെ ഫ്രണ്ടിൽ നേരെ ജ്യൂസ് ഗ്ലാസ് നീട്ടി. എനിക്കല്ല മോളെ, നിന്റെ ഈ അമൂൽ ബേബി കൊടുക്കുക ആദ്യം. അവനാ നിന്റെ പെണ്ണാളാൻ വന്നത്. ദേ പറക്കുന്നത് പിന്നെ എന്റെ കിളികൾ. ഇതിന് മാത്രം കിളികൾ എവിടുന്നോ എന്തോ. ഇതൊക്കെ തറയിൽ ഉണ്ടായിരുന്നു തന്നെയാണോ? പണ്ടൊക്കെ നോക്കുമ്പോ പേ മാത്രമേ കാണൂ. ഇപ്പൊ എന്തെങ്ങനെ കിളികൾ പറക്കുന്നേ? പറഞ്ഞു മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ ആലോചിച്ച് സമയം കളയാതെ അവർ നേരെ ട്രേ നീട്ടി. ചെക്കന് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെന്ന് കണ്ണ് ചിമ്മി ചിരിച്ച് തിണ്ടി ആ ട്രേ കൊണ്ട് തലമണ്ടിക്കിട്ടത് കൊടുക്കാനാണ് തോന്നിയത്. ശേഷം അവർ ഉപ്പാക്കും ജ്യൂസ് കൊടുത്തു. കാക്കുവിനും ഉപ്പാക്കും കൂടെ ഒരു ഗ്ലാസ് കൊടുത്ത ശേഷം തിരിഞ്ഞു പോകാൻ നിന്നു ജസ്ലി പിടിച്ചു നിർത്തി കയ്യിലെ ട്രേ വാങ്ങിച്ചു. അതെ ഷാനു, എന്താ സംസാരിക്കണമെന്ന് വെച്ചാൽ രണ്ടാളും ആയിക്കോ. ജസ്ല പറഞ്ഞെടുത്തിയപ്പോഴേക്കും രണ്ടു ഉമ്മമാർ കൂടെ അവിടെ എത്തി. ചെല്ലു മോളെ എന്ന് ഉപ്പാന്റെ ഓർഡർ വന്നും കാക്കുവിനെ നോക്കി. അവൻ കണ്ണ് ചിമ്മിയൊരു തംസപ്പ് കാണിച്ച മെല്ലെ റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നു. പിന്നാലെ തന്നെ ഷാനു. അളിയാ, എന്റെ പെങ്ങളായോണ്ട് പറയില്ല, ചിലപ്പോ തലമണ്ട പൊളിക്കാനുള്ള ചാൻസ് ഉണ്ടായി ഈ നാടകത്തിന്. സോ ബി കെയർഫുൾ. തിരിഞ്ഞിറക്കാതെ ഷാനുവിന്റെ ചെവിയിൽ പറഞ്ഞു റിച്ചു. അതിനവനൊന്ന് ചിരിച്ചേ ഉള്ളൂ. റിൻഷി റൂമിലെ നിശബ്ദതക്കൊടുവിൽ ഷാനുവാണ് സംസാരിച്ചു തുടങ്ങിയത്. ഒരേ ഒരു ചോദ്യം. അവൻ പറഞ്ഞതിന് മുന്നേ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് തിരിച്ചങ്ങ് ചോദിച്ചു. എന്താ ഇതൊക്കെ? ഏതൊക്കെ? ഒന്നും അറിയാത്ത പോലെ ഷാൻ ചോദിച്ചു. കളിക്കില്ലേ ഷാൻ, കുറച്ചു മുന്നേ എന്താ നടന്നേന്ന്? ഇതൊന്നും തന്നോട് പറയാത്ത സങ്കടമാണോ, അതോ ഷാന് നേരിട്ട് പെണ്ണ് കാണലാണെന്നൊക്കെ പറഞ്ഞ സന്തോഷമാണോ എന്തോ എല്ലാം കൂടെ ഭ്രാന്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതോ സോ സിമ്പിൾ, എന്നെ നിന്നെ പെണ്ണ് കാണൽ, കുറച്ചു സമയം കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കും. അത് കേട്ടതും അവളൊന്നും ഞെട്ടാതിരുന്നില്ല. എന്താ പറഞ്ഞേ? പെണ്ണ് കാണല്, കല്യാണം? എന്ത് കേട്ടില്ല ഒന്നും? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കണ്ടുവച്ചൊരു പെണ്ണിനെ കല്യാണം ഉറപ്പിക്കുന്നുവെന്ന്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ കുറെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണിനെ കാണാനായി ഇപ്പോൾ വന്ന്. ഷാൻ അത് പറഞ്ഞ് വീണ്ടും ഒന്ന് ശക്തമായി ഞെട്ടി. സങ്കടവും സന്തോഷവും കൂടിക്കളഞ്ഞൊരു തുള്ളി കണ്ണുനീർ അപ്പോഴേക്കും കവിളിനെ നനയിച്ചു. എന്ത് പറ്റി ഋഷി? എന്താ പെട്ടെന്ന് കണ്ണിറഞ്ഞ്? ഒന്നുമില്ല. അടുത്തേക്ക് ഒന്ന് അവൻ ചോദിക്കുമ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. ഋഷി നന്നേ നേർന്നു പോയിരുന്ന അവന്റെ സ്വരം മുഖം കുനിച്ച് നിൽക്കുന്നവളെ താടിത്തുമ്പിൽ പിടിച്ച് അവന് നേരെ ഉയർത്തി. അവളുടെ കണ്ണിൽ ഇപ്പോഴും ഉണ്ടൊരു നീർത്തിളക്കം.
എന്താണ് താനൊന്നും പറയാത്തേ? എന്നെ ഇഷ്ടമായില്ല നിനക്ക്? എന്തെങ്കിലും ഒന്ന് പറയൂ. അവന്റെ സ്വരം ഇടറിപ്പോയിരുന്നു. എനിക്ക് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വാക്കുകൾക്കൊക്കെ ക്ഷാമം വന്ന പോലെ. റിലാക്സ് റിൻഷി. എന്നെ ഇഷ്ടമാണോ അല്ലയോ അതിന് മാത്രം എനിക്ക് ഉത്തരം മതി. പറ, എന്നെ ഇഷ്ടമല്ലേ റിൻഷിക്ക്? അവിടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവന്റെ ചോദ്യം. പറ റിൻഷി, ഇഷ്ടമല്ല എന്നെ? അത് നിനക്ക് പണ്ടത്തെ പോലെ വെറുപ്പാണോ? അവൻ ചോദിച്ചു തീരുന്നതിന് മുന്നേ തന്നെ അവൾ കൈയെത്തിച്ച് അവനെ വായ മൂടിക്കൊണ്ട് അല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. പിന്നെ ഇഷ്ടമാണോ? കണ്ണുപിടുത്തിക്കൊണ്ട് അവൻ ചോദിച്ചതിന് അതേ എന്ന രീതിയിൽ അവളും തലയലിപ്പിച്ചു. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടോ റിൻഷി. സന്തോഷത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അയ്യടാ, ഇഷ്ടാന്ന് പറഞ്ഞത് ഇത് അപ്പോഴത്തേനും ഒട്ടാൻ വരല്ലേ? ബാഗിലോട്ട് കുറച്ച് നീങ്ങിക്കൊണ്ടാണ് അവിടെ പറച്ചിൽ. ചുണ്ടിലൊരു ചെറിയ ചിരിയുമുണ്ട്. ഓ ആയിക്കോട്ടെ, ഏറിപ്പോയൊരു 1 month അതിനുള്ളിൽ നമ്മൾ നിൽക്കാതെ നടന്നിരിക്കും. അത് കഴിഞ്ഞ് കാണിച്ചരാടി ഉണ്ണിയാർച്ചേ. 1 മാസോ? അതും പറ്റില്ല, എനിക്ക് കുറച്ച് സമയം വേണം. അയ്യടെ, ഇനി സമയം നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചെടുക്കാം. അതും പറഞ്ഞുകൊണ്ട് ആള് നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചിരുന്നു. ഷാൻ എന്തി കാണിക്കുന്നേ? വിട്ടേ, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ആരെങ്കിലും കാണും. ഷാൻ വിട്ട്. അവന്റെ പിടിയിൽ നിന്ന് കുതിരി മാറാനാവുന്നത് ശ്രമിച്ചുകൊണ്ടിരുന്നവൾ. അങ്ങനെ വിടാനല്ലോ പിടിച്ച് 9 വർഷം ഇങ്ങനെ ദേ ഈ നെഞ്ചിൽ ഇങ്ങനെ കൊണ്ടുനടന്നല്ലേ. തന്നെ വലത് കൈ കൊണ്ട് അവൾ ഒന്നുകൂടെ അടക്കി പിടിച്ച് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവന് പറഞ്ഞു തുടങ്ങി. നമുക്കിടയിൽ ആ ഈഗോ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച് എന്നും നിന്നോട് വഴക്കിടുമ്പോൾ അതൊക്കെ ഞാനും ആസ്വദിച്ചിരുന്നു മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള പഠന സാഹചര്യത്തിൽ നിന്ന് വന്നുകൊണ്ട് ആദ്യം എനിക്കൊരു ഇറിറ്റേഷൻ ആയിരുന്നു ഈ നാടും നാട്ടിലെ സ്കൂളൊക്കെ. ബട്ട് നമ്മൾ 10ാം ക്ലാസ് കഴിയാറായപ്പോഴേക്കും പതിയെ ഞാനും എൻജോയ് ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ അതുവരെ എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നടന്നുകൊണ്ട് പെട്ടെന്ന് നിങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു തോന്നല് എന്നെ പിന്നെ പുറകിലേക്ക് വലിച്ചു. മാറിയെന്നെല്ലാം ഞാൻ ആസ്വദിച്ചു. അന്നും കൂടെ കബീറുണ്ടായിരുന്ന അവനൊരുപാട് നിർബന്ധിച്ച എല്ലാവരോടും മിങ്കിളാവാൻ. ബട്ട് എന്തോ ഒരു മടി. പിന്നെ ഹയർ സെക്കൻഡറി ആയപ്പോഴാണ് ഈ ഉണ്ണിയാർച്ച എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയത്. നിന്നെ പോലെ ഒരാളെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയല്ല, പിന്നീട് അങ്ങോട്ട് ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു. അന്നതുപോലെ ജാടയിടാത്തതുകൊണ്ട് എന്നെ അമൂൽ ബേബി ജാടായെന്ന് വിളിക്കാൻ പിന്നെ ആരും ഉണ്ടായില്ല. അവർ പറഞ്ഞു നിർത്തിയത് അവൾ അവൻ്റെ മുഖത്ത് നോക്കിയാൻ ചിരിച്ചു. അവൻ തിരിച്ചു. ഫ്രണ്ട്സൊക്കെ കളിയായും കാര്യമായിട്ട് ഓരോ റിലേഷനിലായിരുന്നപ്പോഴും എനിക്കതിനൊന്നും തോന്നിയില്ല. മനസ്സിലിങ്ങനെ നിറഞ്ഞെന്ന് എൻ്റെ ഉണ്ണിയാർച്ച മാത്രമായിരുന്നു. മറവി കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പിന്നീട് അങ്ങോട്ട് ഫുൾ ബിസിയായി. എൻട്രൻസ് എക്സാം, MBBS പഠനം, അങ്ങനെ. എന്നാലും മറക്കാത്ത ഒന്ന് മാത്രം, നീ എൻ്റെ ഉണ്ണിയാർച്ച. മായ്ക്കുന്നതിനനുസരിച്ച് 100 ഇരട്ടിയായി നിന്റെ ചിത്രം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അത് പറഞ്ഞുകൊണ്ട് അവിടെ മുഖത്തേക്ക് നോക്കി അത്രയും ഭംഗിയായിട്ട് അവരൊന്ന് ചിരിച്ചു. കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും സുഖമുള്ള ചിരി. 3rd ഇയറിലാണ് ഒരു ലീവിന് ഉപ്പാനോട് ദുബായി പോയത്. ആ സമയം വീട്ടിലെ കമ്പനി ആവശ്യത്തിനായി ഉപ്പാൻ്റെ ഒരു സ്റ്റാഫ് വന്നിരുന്നു. വീട്ടിലേക്ക് ആരെങ്കിലും വന്ന് അവരെ സൽക്കരിക്കാതെ ഇവിടെ സ്വഭാവം ഉപ്പാക്കില്ലാത്തതുകൊണ്ട് അവർ പിടിച്ചിരുത്തി സൽക്കരിക്കുന്നതിനിടയിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും കൂട്ടത്തിൽ അവരുടെ വായാടി മക്കളെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്നേഹ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം ഫാമിലി ഫോട്ടോയും കാണിച്ചു. അന്നാണ് ഞാൻ പിന്നെ എൻ്റെ ഉണ്ണിയാർച്ചയെ കണ്ടത്. പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരു സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടത് അവനെ ചിരിച്ച്. അത് നിന്റെ ഉപ്പയായിരുന്നെടി, എന്റെ ഭാവി അമ്മോശൻ. തമാശ പോലെ അവൻ പറഞ്ഞതിന് അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലവിളിക്കി. അന്ന് നീ ഡിഗ്രി ഫൈനൽ ഇയർ ആണെന്നും PG ചെയ്ത് BEd എടുക്കാനാണ് നിന്റെ താല്പര്യം എന്നൊക്കെ ഉപ്പ പറഞ്ഞിരുന്നു. കൂടുതൽ കല്യാണ കാര്യങ്ങൾ സംസാരിച്ചപ്പോ നീ അപ്പം അങ്ങനെ വേറെ ആരെയും കെട്ടി സൂയിക്കണമെന്ന് കരുതിയാ. അങ്ങനെ ഞാൻ ഉപ്പാനോട് ഈ ഉണ്ണിയാർച്ചയെ എനിക്കറിയാമെന്നും എനിക്കിഷ്ടമാണെന്നും ഞാൻ മഹർ ചേർത്തി കൂടെ കൂട്ടിക്കൊള്ളാമെന്നും പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇവിടെ വരെയുള്ളൊക്കെ നമ്മുടെ തന്തപ്പിടിമാരുടെ കളികളാ. നിന്റെ ഉമ്മയും കാക്കൊക്കെ അറിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. മേ ബി നിന്റെ ഉപ്പ വന്ന ശേഷം. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചോ പെണ്ണിന് മറുപടി ഒന്നുമില്ലാതായപ്പോൾ അവനും തലയിരിച്ച് നോക്കി. ആര് പെണ്ണ് അവിടെ ഭയങ്കര ആലോചനയില്ല. റിൻഷി എന്താ എന്താ താൻ ഇത്രക്ക് ആലോചിച്ചു കൂട്ടുന്നത്? അതൊന്നുമില്ല, വെറുതെ ഇല്ല ഉപ്പ. എനിക്കിപ്പോ കല്യാണം വേണ്ട, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ട് മതി എന്ന് പറഞ്ഞപ്പോ ഒരു മുകളിൽ മറുപടി ഒതുക്കിയിരുന്നു. അതാലോചിച്ച ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. അതിനവനൊന്നും ചിരിച്ചു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട്. എന്നിട്ട് എന്താ എനിക്കൊരു ക്ലൂ പോലും തരാതിരുന്നേ? വേണമെന്ന് വിചാരിച്ച ഗ്രൂപ്പിൽ നമ്പറൊക്കെ എടുത്ത് കോണ്ടാക്ട് ചെയ്യായിരുന്നല്ലോ. മതിയായിരുന്നു, പക്ഷെ ഒരു മടിയല്ല, മോൻ്റെ ഈഗോ സമ്മതിച്ചില്ല. അത് പറയും. അവൻ പറയുന്നതിനിടെ കയറി അവൾ പറഞ്ഞു. അങ്ങനെയും പറയാം. ആൾ നോക്കി ചിരിച്ചുകൊണ്ട് അവനും പറഞ്ഞു. എന്നാ നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങിയാലോ? കുറച്ച് സമയത്ത് മൗനത്തിന് ശേഷം അവൻ തന്നെയാണ് ചോദിച്ചത്. തലകുരുക്കി അവളും സമ്മതം അറിയിക്കുമ്പോൾ അവൻ തിരിഞ്ഞിടക്കാൻ ഒരുങ്ങിയിരുന്നു. അതെ അമുൽ ബേബി. തിരിഞ്ഞ് 2 അടി വെച്ചും പിന്നിൽ നിന്ന് അവൾ വിളിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കി. എല്ലാവരും റിൻഷി ഷാനെ നേരത്ത് ഗോസിപ്പിടുമ്പോൾ എപ്പോഴും ഞാനും അറിഞ്ഞിരുന്നു എൻ്റെ ഉള്ളിൽ ഇഷ്ടത്തെ.
പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം ഈ അമൂൽ ബേബിയോട് പറഞ്ഞ ജാട കാണിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ആ മോഹം ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ ഞാനും അറിയാതെ ആഗ്രഹിച്ചിരുന്നു ഈ അമൂൽ ബേബി ഒരു ലൈഫ് ലോങ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിലെന്നത്. പറഞ്ഞു നിർത്തിയതും കാറ്റ് പോലെ അവൻ വന്ന് അവളെ പുണർന്നിരുന്നു. കുതിരി മാറാൻ അവൾ ശ്രമിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ അവനൊന്നാകെ അവൾ വരിഞ്ഞ് മുറുക്കിയിരുന്നു. ആട്ടങ്ങി നിക്കടി ഉണ്ണിയാർച്ച്. ഈ അമൂൽ ബേബി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഓടിയാൽ എങ്ങനെയാ? ശത്രു സുഹൃത്തുക്കളിൽ നിന്ന് നമുക്കിനി ലവ് ബേഡ്സുകളായിട്ട് കുറെ അധികം പറക്കണ്ടേ? അവന്റെ ആ ചോദ്യത്തിന് അവൾ മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. കൂടെ ഒരു പ്രാർത്ഥനയും. ആയുസുള്ള കാലം വരെ ഇങ്ങനെ ലവ് ബേഡ്സായി പറക്കാൻ കഴിയണേയെന്ന്. ആഗ്രഹത്തിന്റെയും മോഹത്തിന്റെയും നനുത്ത പുഞ്ചിരി ഇരുവരുടെയും ചുണ്ടിൽ അപ്പോൾ വിരിഞ്ഞിരുന്നു.